വാർത്തയിലേക്കാണ്. സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചു എന്ന കേസിൽ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ നീക്കം ചെയ്തു. പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബിന്റെ നടപടി. ആലുവ റൂറൽ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. എറണാകുളം സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. സഹിൻ, വിവരങ്ങൾ. സേതു, തൊപ്പി എന്ന നിഹാദിനെതിരെ നിരവധി പരാതികൾ നേരത്തെ തന്നെ ആലുവ റൂറൽ പോലീസിന് ലഭിച്ചിരുന്നു. അഡ്വക്കേറ്റ് ശ്രീജിത്ത് അടക്കമുള്ള ആളുകളാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പരാതി പോലീസ് കണക്കിലെടുക്കുകയും അത് പരാതിയെ തുടർന്ന് കേസെടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഇപ്പോൾ പുതിയ നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. തൊപ്പി എന്ന നിഹാദിൻ്റെ യൂട്യൂബ് ചാനൽ അത് റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അത് യൂട്യൂബ് ചാനൽ റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഗൂഗിൾ അടക്കമുള്ള സംവിധാനങ്ങൾ ആ യൂട്യൂബ് ചാനൽ തൊപ്പിയുടെ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ പോലീസിന് ചെയ്തു നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും യൂട്യൂബ് ചാനൽ റദ്ദ് ചെയ്തിട്ടുണ്ട്. തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ ഇനി ലഭിക്കില്ല. മാത്രമല്ല, തൊപ്പി മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ പോലീസ് ശക്തമായി ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തിട്ടുണ്ട്. തൊപ്പിക്ക് യാതൊരു കാരണവശാലും മുൻകൂർ ജാമ്യം നൽകരുത് എന്നുള്ളതാണ് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കാരണം ഗുരുതര സ്വഭാവമുള്ള തെറ്റാണ് തൊപ്പി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് മുൻകൂർ ജാമ്യം നൽകരുത്. കാരണം സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇയാൾ യൂട്യൂബ് ചാനലിലൂടെ പ്രദർശിപ്പിക്കുകയായിരുന്നു. നമ്മൾക്കറിയാം, തൊപ്പിക്ക് ആരാധകരായിട്ടുള്ളത് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഏറെയും ഉള്ളത്. ഇയാൾ പറയുന്ന ചീത്ത വാക്കുകളും ഒപ്പം തന്നെ ഇയാൾ കാണിക്കുന്ന ഇത്തരം തെമ്മാടിത്തരവുമെല്ലാം കുട്ടികൾ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന് നേരത്തെ തന്നെ ആവശ്യം ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഇയാൾക്കെതിരെ നടപടികൾ ശക്തമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നേരത്തെ ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ ശക്തമായ നടപടികളിലേക്ക് നീങ്ങാൻ പോലീസ് തീരുമാനിച്ചിരുന്നതുമാണ്. ഇതിനിടയിലാണ് ഇയാൾ ഇത്തരത്തിൽ കൂടി, അതായത് സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ കൂടി പ്രദർശിപ്പിച്ചത്. എന്തായാലും ഈ തൊപ്പിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ശരി സഹിൻ, ശരി. ഈ തൊപ്പിയിലേക്കൊക്കെ ഒരു നടപടി എടുക്കാൻ ഇത്ര വൈകി എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. കാരണം അമ്മാതിരി കാര്യങ്ങളൊക്കെയാണ് ഈ തൊപ്പിയുടെ അക്കൗണ്ട് വഴി അയാൾ ഇത്രയും കാലവും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇല്ലാത്ത പരിപാടി ഒന്നുമില്ല. എല്ലാം ഒരു സമൂഹത്തെ എങ്ങനെയൊക്കെ തെറ്റായ രീതിയിലേക്ക് വഴിതിരിച്ച് വിടാമോ ആ പരിപാടി എല്ലാം ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണെങ്കിലും പോലീസ് അതിലേക്ക് ഇടപെട്ടു, നടപടിയായി. ഇപ്പോൾ വളരെ നല്ലൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് തന്നെ അങ്ങ് റദ്ദാക്കി കൊടുത്തിട്ടുണ്ട്.